ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയി സ്റ്റഡി വ്ളോഗ്. അപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ കുട്ടികൾക്ക് കുറച്ച് ബിരിയാണി വെച്ച് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ബിരിയാണീൻ്റെ പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ അത് തുജാൻ ഇവിടെ എക്സാമാണ്. അപ്പോൾ അവൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാണ് പോകുന്നതിന് മുൻപേ. അത് കഴിഞ്ഞ് മക്കളെല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ തുജാൻ സാധാരണ ഭക്ഷണം കഴിക്കാറില്ല. രാവിലെ അധിക ദിവസം അവൾ ഫുഡ് കഴിക്കാതെ പോവുക. അപ്പോൾ ഇന്ന് ഞാൻ പിടിച്ച് നിർത്തി കുറച്ച് ഫ്രൂട്ട്സും നട്ട്സൊക്കെ അത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ മാത്രം കഴിച്ചിട്ടാണ് പോകുക. എന്തെങ്കിലും ബിസ്ക്കറ്റ് പോലും കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ ഇന്ന് ഇഷ്ടപ്പെട്ട് ഈ കുറച്ച് നട്ട്സൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് അത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അതും കഴിച്ചവൾ പോയി. അത് കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം പിന്നെ ഞാൻ ഫ്രീ ആയി, ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ആദ്യം തന്നെ LDCയുടെ ഹോട്ട് ടോപ്പിക്സ്, എൻട്രിയുടെ ഹോട്ട് ടോപ്പിക്സ് ആ ക്ലാസ് ഒന്ന് കണ്ടു. അതിനുശേഷം പിന്നെ ഞാൻ ആ ടോപ്പിക്സൊക്കെ വെച്ചിട്ട് ഓരോ ദിവസം ഓരോന്ന് പഠിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. ഇന്ന് നമുക്ക് റിവിഷനാണ്. അപ്പം ഞാൻ എൻ്റെ ലോകചരിത്രം, വേൾഡ് ഹിസ്റ്ററിയാണ് ഇന്ന് റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ട്സ് എല്ലാം ഉണ്ട് കയ്യിൽ. അതുപോലെ എൻട്രിയുടെ ക്ലാസ് കണ്ടിട്ട് അതിൻ്റെ നോട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറഞ്ഞാൽ അതിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്ത എക്സ്ട്രാ പോയിൻറ്റ്സ് മാത്രമേ ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ നോട്ടുണ്ട്. സോ ഞാനത് നന്നായിട്ട് പഠിച്ചു. അതോടൊപ്പം തന്നെ എൻട്രിയുടെ ക്ലാസ്സും കണ്ടു. എന്നിട്ട് നമ്മുടെ ലോകചരിത്രം റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു എന്താ പറയുക, എൻട്രിയുടെ ഈ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സീരീസ് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഒരു പാതി വഴിക്കായിട്ട് നിൽക്കുകയായിരുന്നു. എവിടെ നിന്ന് തുടങ്ങണം റിവിഷൻ എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയായിരുന്നു. കാരണം എനിക്കിന്നും ടോപ്പിക്സ് ഒരുപാട് തീരാനുണ്ട്. അതേപോലെ തന്നെ പഠിക്കാൻ പുതിയ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ പഠിച്ച് തീർത്തത് റിവിഷൻ ചെയ്യാനും ഒരുപാടുണ്ട്. ഇതൊക്കെ ആദമ എഴുതി വെച്ചാട്ടോ, ഒന്നും തോന്നണ്ട. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിനി പകുതി വെച്ച് നിർത്തിയ പോലെയൊക്കെ എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെയുള്ളൊരു സംശയത്തിലായിരുന്നു. സോ അവരുടെ ഹോട്ട് ടോപ്പിക്സൊക്കെ കിട്ടിയ സമയത്ത് കൂടുതലായിട്ടും ആ ടോപ്പിക്സൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ റിവിഷൻ നടക്കുന്നത് തന്നെ. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാനിപ്പം ലോകചരിത്രം പഠിച്ചിട്ടുള്ളത് ഒന്ന് എൻ്റെ കയ്യിലുള്ള നോട്ട്, മറ്റൊന്ന് എൻട്രിയുടെ നോട്ട്. ദെൻ എൻട്രിയുടെ ഈ ക്ലാസ് കണ്ട് ഞാൻ എഴുതിയെടുത്തത് കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്ത എക്സ്ട്രാ പോയിൻറ്റ്സ് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. പിന്നെ വരുന്നത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കാണ്. SCERTയിൽ വരുന്ന റവല്യൂഷൻസിൻ്റെ എല്ലാം കൂടെ ഉള്ള ഒരു ഫോട്ടോസ്റ്റാറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രിൻ്റ് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിലാണ് അതും കംപ്ലീറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ SCERT കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൽ പഠിച്ച ഓരോന്നും എഴുതി നോക്കുകയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, നമുക്ക് ചോദിക്കാൻ ചാൻസ് വരുന്ന സാധനങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പഠിച്ചത് എഴുതി നോക്കുകയാണ്. എനിക്ക് എന്തൊക്കെ ഓർമ്മയുണ്ട് എന്നുള്ളത് കേട്ടോ. ദെൻ അതിന് ശേഷം ഞാനൊന്ന് പോയി ഫ്രഷായി, കുളിച്ചിട്ടില്ല, ഒന്ന് മേലൊക്കെ കഴുകി. കാരണം നല്ല ജലദോഷവും എല്ലാം ആണ് ഇവിടെ. എല്ലാവർക്കും നല്ല പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പം ഞാനൊന്ന് മേലൊക്കെ കഴുകി വന്നിട്ട് വീണ്ടും അടുത്ത പരിപാടിക്ക് നിന്നു. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തൊഴിൽ വീതിയിലുള്ള ICDSൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണ് കേട്ടോ.
അപ്പം അതാദ്യം ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കും, എന്നിട്ട് അത് പഠിക്കും. ചെയ്തു നോക്കിയതിലുള്ള തെറ്റുകളൊക്കെ ഞാൻ മിസ്റ്റേക്കൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം അത് പഠിക്കും. ദെൻ എക്സ്ട്രാ പോയിൻറ്റ്സ് എന്തെങ്കിലും എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നത്. ഇപ്പം ICDS ഞാൻ എനിക്ക് ഈ വിന്നറിൽ വരുന്ന തൊഴിൽ വീതിയിൽ വരുന്ന ICDS ക്വസ്റ്റ്യൻസ് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. എൻട്രിയുടെ ക്ലാസ് ഉണ്ട്, പക്ഷെ എനിക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സുകൾ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. വർക്കും കൂടെ ജോലിയും കൂടെ ഉള്ളത് കാരണം എനിക്ക് ഒരു സമയത്ത് കറക്റ്റായിട്ട് ടൈം ടേബിൾ അനുസരിച്ചിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റാറില്ല. ഇപ്പോൾ ഒരുപാട് പെൻഡിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള സംശയം ഇവിടെയുണ്ട്. LDCക്ക് പിന്നെ എനിക്ക് ICDSൻ്റെ അത്ര ഒരു ഇതില്ല, മീൻസ് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ICDS ആണ് എനിക്ക് കുറച്ചുകൂടെ ഒരു പഠിക്കാൻ എളുപ്പമാണ്, നമുക്ക് പരിചയമുള്ള സബ്ജക്റ്റൊക്കെയാണ്. പക്ഷേ ഈ ക്ലാസ്സുകൾ പെൻഡിങ് വരുന്നത് കാരണം ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങും, കുറേ പെൻഡിങ് വന്നിട്ട് പിന്നെ ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുമ്പം അത്രയും മുടങ്ങിയല്ലോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. ഒരുവിധം ഞാൻ ജോലിക്ക് കയറി ട്രാക്കിലായതിനു ശേഷം വീണ്ടും ഞാൻ നല്ല വൃത്തിക്ക് പോകുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു 1 വീക്കോളം തീരെ നല്ല വയ്യാതിരിക്കുകയായിരുന്നു എല്ലാവരും കൂടെ. അപ്പം പെൻഡിങ് വന്നു. അപ്പോൾ പിന്നെ 1 വീക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ക്ലാസ്സസ് മിസ്സായി. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് ICDSൻ്റെ തൊഴിൽ വീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ്. അത് ഞാൻ ആദ്യം നന്നായിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. ദെൻ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മലയാളമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് CA നോക്കി. CA എല്ലാം കുറച്ച് മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും, കാരണം ഭയങ്കര ടഫാണ് CA എന്ന് പറയുന്ന സംഭവം. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഒറ്റ ദിവസം കുറേയൊക്കെ എടുത്തിട്ട് നമ്മൾ തലയിൽ കയറ്റാൻ നോക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഒരു 10-15 എണ്ണം ഒരു ദിവസം എന്നുള്ള രീതിയിൽ മാത്രമേ നോക്കുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നും നോക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ അതിനുശേഷം മലയാളമാണ് തൊഴിൽ വീതിയിൽ വരുന്ന മലയാളത്തിൻ്റെ ഒരുപാടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം പുതിയതായിട്ട് വന്നതൊന്നും ഞാൻ ഇതുപോലെ പിന്നെ ചെയ്ത് വെച്ചിട്ടില്ല. ഞാൻ അതിന് മുൻപ് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പുതിയതൊക്കെ ഇനി പിന്നെ ചെയ്ത് വെക്കാനുണ്ട്. ഒരു 1 മന്തിൻ്റെത് പിന്നെ ചെയ്യാനുണ്ട്, അത് അതിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം അതിന് മുൻപ് ഞാൻ പിന്നെ ചെയ്ത് വെച്ചത് മലയാളം എല്ലാം കൂടെ ഒരുമിച്ച് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് മലയാളമാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം മലയാളം, ഒരു ദിവസം ഇംഗ്ലീഷ്, ഒരു ദിവസം മാത്സ് അങ്ങനെ നോക്കാമെന്നാണ് കരുതുന്നത്. എല്ലാം കൂടെ എനിക്കൊരു ദിവസം നോക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പം ഇന്ന് നമ്മൾ മലയാളത്തിൽ ഒറ്റപ്പദമാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഒറ്റപ്പദമൊക്കെ ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് കുറേയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കുറേ പുതിയ വാക്കുകളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആദ്യം തൊഴിൽ വീതിയിലുള്ള വാക്കുകളൊക്കെ ഒറ്റപ്പദമൊക്കെ പഠിക്കാം. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഞാൻ PDF പ്രിൻ്റ് എടുത്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പം അതെല്ലാം പഠിച്ചു വെച്ചതാണ്, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മുടെ പുതിയത് പഠിക്കാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ നമുക്കൊന്ന് പഠിക്കാം, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് റിവൈസ് ചെയ്യാമെന്ന് കരുതിയിട്ടോ.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി പുറത്തിറങ്ങി. ജൂലൈ 31 ടു ഓഗസ്റ്റ് 6 വരെ ഷഫീഖിൻ്റെ താത്തൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കണം, കുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.